ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് 2024. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത്? ഉത്തരം ശിപ്പായി ലഹള. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ദേശീയഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര്? ഉത്തരം രാം സിംഗ് ഠാക്കൂർ. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത്? ഉത്തരം ചൗരി ചൗര സംഭവം. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നതാരെല്ലാം? ഉത്തരം ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേര്? ഉത്തരം പ്ലാസി യുദ്ധം 1757. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്ലെമന്റ് ആറ്റ്ലി. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? ഉത്തരം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവുക. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം അംശി നാരായണ പിള്ള. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻ ലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഉത്തരം ദണ്ഡി കടപ്പുറം, ഗുജറാത്ത്. വൈഷ്ണവ ജനതോ തേനെ കഹിയേ എന്ന ഗാനം എഴുതിയത് ആര്? ഉത്തരം നരസിംഹ മേത്ത. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം? 1919. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി? ഉത്തരം ജനറൽ ഡയർ.
കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി. ഉത്തരം ഈസ്റ്റ് ഇന്ത്യാ കമ്പനി. ബംഗാൾ വിഭജനം നടന്ന വർഷമേത്? ഉത്തരം 1905. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം അമൃതസർ 1919 ഏപ്രിൽ 13. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ്? ഉത്തരം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ച ദിവാൻ ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ്? ഉത്തരം 1911 ഡിസംബർ 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കത്ത സമ്മേളനത്തിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം വിൻസൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ്? ഉത്തരം സ്വതന്ത്ര ഭാരതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത്? വാഗൺ ട്രാജഡി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? ഉത്തരം 140 മിനിറ്റ്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം, ഓഗസ്റ്റ് ക്രാന്തി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ദിനപത്രം? ഉത്തരം ഹരിജൻ, ഗാന്ധിജിയുടെ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. സാരേ ജഹാൻ സെ അച്ഛാ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ഫോർവേഡ് ബ്ലാക്ക് സ്ഥാപിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുക എന്ന കൃതി ആരുടേതാണ്? ഈ ചോദ്യത്തിൻ്റെ ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ.